ഇവിടെ പണത്തിന്റെ നിയന്ത്രണമെല്ലാം അച്ഛന്റെ അമ്മയുടെയും കൈകളിലാ. അതുകൊണ്ട് ഋഷിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ചെയ്യാനാകുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ പിന്നെ അനീഷേട്ടനെ എങ്ങനെ രക്ഷിക്കും? അതാ ഇപ്പൊ ഞാനും ചിന്തിക്കുന്നേ. 1 മണിക്കൂർ സമയത്തിനുള്ളില് പണം തിരികെ കൊടുത്താലല്ലേ അനീഷേട്ടനെ രക്ഷിക്കാൻ പറ്റൂ. അതെ മോളെ, സമയം പോയിക്കൊണ്ടിരിക്കോ. ചേച്ചി ഇനി എന്ത് ചെയ്യും? ദേവികയും വീട്ടുകാരും എന്തോ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുക. നിങ്ങളുടെ ബുദ്ധിയാ നിങ്ങളുടെ മകനും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാ വീട്ടിലൊരു നല്ല കാര്യത്തിനെ വെച്ചിരുന്ന പണം എടുത്ത് ചീട്ട് കളിച്ച് തൊലച്ചത്. നീ വെറുതെ എന്നെ കുറ്റപ്പെടുത്തരുത്. പിന്നെ ആരെ കുറ്റപ്പെടുത്തണം? ഇതെല്ലാം നിങ്ങളുടെ വളർത്തദോഷം കാരണം ഉണ്ടായത് തന്നെയാ. ചീട്ട് കളിച്ച് കാശ് തൊലച്ചതും പോരാഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് പണവും മോഷ്ടിച്ചിരിക്കുന്നു. മോഷ്ടിച്ച ആ പണവും കൊണ്ട് കല്യാണ മണ്ഡപത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് എന്ത് അന്തസ്സോടെയാ ആ മഹാൻ ഇവിടെ വന്ന് നമ്മളെല്ലാം വിഡ്ഢികളാക്കിയിരിക്കുന്നത്. ഇതിന്റെയൊക്കെ അടിസ്ഥാനം നിങ്ങളിൽ നിന്നും അനീഷേട്ട് കിട്ടിയ ദുസ്വഭാവം തന്നെ. ഞാൻ ഇവിടെ എന്റെ മോളുടെ കല്യാണം നിന്ന് പോകുമെന്ന് ഓർത്ത് ആകെ ഭ്രാന്ത് പിടിച്ച് നിക്ക. അന്നേരം നീ എന്നെ കുറിച്ച് അനാവശ്യമൊക്കെ വിളിച്ചു കൂവുന്നേ. അനീഷിന് എന്തെങ്കിലും സ്വഭാവ ദൂഷ്യം ഉണ്ടെങ്കിലേ അത് എന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല. അടയ്ക്കാണെങ്കിലും മടിയിൽ വെക്കാം. അടയ്ക്ക മരം ആയാലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. തെറ്റും ശരിയും തിരിച്ചറിയാതിരിക്കാനേ അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. കൊച്ചിലെ നുള്ളാഞ്ഞാലേ കോടാലി കേക്കില്ലെന്ന്. അമ്മേ, നിങ്ങളൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? എടി, ഇവൾ എന്നെ കുറ്റപ്പെടുത്തുന്നത് നീ കേൾക്കുന്നില്ലേ? മഞ്ജു, നീ ഒരു കാര്യം മറന്നു പോവരുത്. അനീഷിന് എന്ത് കുറവുണ്ടെങ്കിലും അവൻ ഒരു കുറവും ഇല്ലാതെ ഈ വീട് നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ടല്ലോ, ഇല്ലേ? എങ്ങനെ? അനീഷേട്ടൻ ഈ വീട് ഭംഗിയായി നോക്കുന്നെന്നോ? എന്നെ കൊണ്ട് ഇനി ഇതിൽ കൂടുതൽ പറയിപ്പിക്കണ്ട. ദേവികയുടെ കാരുണ്യം, അതുകൊണ്ടാ നമ്മൾ എല്ലാവരും ഇവിടെ ജീവിക്കുന്നേ. അവളുടെ ഔദാര്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ഇവിടെ പട്ടിണി കിടന്ന് ചത്തുപോവായിരുന്നു. അതുകൊണ്ടേ അനീഷേട്ടൻ കുടുംബം നോക്കിയതിന്റെ കണക്കൊന്നും ഇവിടെ പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ പുന്നാര മോനെ വെറുതെ ന്യായീകരിക്കാൻ ശ്രമിക്കാൻ വേണ്ട. മുള്ളിന്റെ ചുവട്ടില് മുള്ളല്ലേ കിളിർക്കൂ. ചുമ്മാ അമ്മയുടെ മെക്കിട്ട് കയറാൻ നോക്കണ്ട. ഞാനിത് കണ്ടോണ്ട് നിൽക്കില്ല. ഇനി എന്റെ അമ്മയെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തിയ ചീത്ത പറഞ്ഞ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ആഹാ, കൊള്ളാലോ. നീ എന്നെ എന്ത് ചെയ്യുന്ന? എടി, ഞാൻ ഇല്ലാത്തതൊന്നും അല്ല പറയുന്നേ. നിന്റെ ചേട്ടൻ ഇത്രയും വൃത്തികെട്ടവനാവാൻ കാരണം ഈ നിൽക്കുന്ന നിന്റെ അമ്മയുടെ വളർത്തദോഷം തന്നെ. മഞ്ജുച്ചി, നീ എന്നെ എന്ത് ചെയ്യൂടി? തല്ലുവോ? തല്ലടി, തല്ലാൻ.